ഓക്കെ, അടുത്ത ഫോർത്ത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫോർത്ത് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഫസ്റ്റത്തെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് O2 മോളിക്യൂൾ. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്നൊരു ടെക്നിക്കാണ്. ആ ഒരു σ1s2 σ*1s2 ഒരു ഓർഡറിൽ എഴുതുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കമൊക്കെ എപ്പോഴും എല്ലാത്തിനും സെയിം ആയിരിക്കും. σ1s2 σ*1s2 σ2s2 σ*2s2. ഓക്കെ, ഇനി നൈട്രജൻ വരെ ഉള്ളൊരു രീതി വേറെയാണ്, പിന്നീട് ഓക്സിജൻ മുതലുള്ള വേറൊരു രീതിയിലാണ് ചെയ്യാറ്. ഓക്സിജൻ മുതൽ അങ്ങോട്ട് ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോണിൻ്റെ ഒക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ സിഗ്മയിലേക്ക് തന്നെ നടക്കുക. σ*2s2 കഴിഞ്ഞാൽ പിന്നെ σ2pz, പിന്നെ π2pxും π2pyയും, പിന്നെ π* ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ σ2pz, പിന്നെ π2pxും π2pyയും, പിന്നെ π*2pxും π*2pyയും, അവസാനമാണ് σ* വരെ. ഇവിടെ σ*ൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ എഴുതാഞ്ഞത്. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിക്കണം. ഓക്കെ, ഓക്സിജൻ മുതൽ അങ്ങോട്ട് σ2pz, π2px π2py, പിന്നെ π*2px π*2py, പിന്നെയാണ് σ* വരെ. ആ ഒരു ഓർഡർ നോക്കുക. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2 മോളിക്യൂളല്ല. ഓരോ ഓക്സിജൻ്റെ അകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇപ്പോൾ O2 മോളിക്യൂൾ ആകുമ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 16 ഇലക്ട്രോൺസ് ഉണ്ടാവും. 16 ഇലക്ട്രോൺസ് നമുക്കിങ്ങനെ ഈ ഓരോന്നിലും, ഓക്കെ, ഓരോ ഓർബിറ്റലിലും നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഓർഡറിനകത്ത് ആദ്യം σ1s2 2 കൊടുത്തു, ഇപ്പോൾ 2 ആയി. σ* 2 4, ഇവിടെ 6. σ*2s2 2 കൊടുത്തപ്പോൾ 8 ആയി. σ2pz 2 കൊടുത്തു, 10 ആയി. ഓക്കെ, പിന്നെ ഈ π2pxും π2pyയിലും, ഓക്കെ, 2pxും 2pyയും ശരിക്കും ഇവിടെ ഈക്വൽ ടു സൈനും കൂടെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ഈക്വൽ സൈനും കൂടെ ഉണ്ട്. അവർക്ക് ഓരോന്നും വീതം ആദ്യം കൊടുക്കുള്ളൂ. ഓരോന്നും വീതം കൊടുത്തപ്പോഴത്തേക്കും അത് 12 ആവും. ഓക്കെ, ഓരോന്നും കൊടുത്തപ്പോൾ 12 ആവും. പക്ഷെ നമുക്ക് 16 ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരെണ്ണം കൂടെ കൊടുക്കാം. അപ്പോഴാണ് π2px2ഉം π2pyയും ആയത്. ഓക്കെ, അപ്പോൾ അത് 14 ആയി. ഇപ്പോൾ 2 കൂടെ ബാലൻസ് ഉണ്ട്. നമ്മൾ π* ഓരോന്ന് വീതം കൊടുക്കും. അങ്ങനെയാണ് ഈ ഓരോന്നുള്ള സംഭവം വന്നത്. ഇനി ഇത് പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ഇല്ലാത്തതുകൊണ്ട്, കണ്ടില്ലേ, അൺപെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് പാരാമാഗ്നറ്റിക് ആയത്. അത്രേ ഉള്ളൂ. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനായിട്ട്, ബോണ്ട് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ½ × NB - NA. NB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ടിങ് ആണ്. പിന്നെ N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആയിരിക്കും. അതായത് സ്റ്റാർ ഇല്ലാത്തതാണ് ബോണ്ടിങ്. ഓക്കെ, ഇവിടെ 2, 4, 6, 8, 10. 10 സ്റ്റാർ ഇല്ല, അതാണ് ഈ 10. ഇനി സ്റ്റാർ ഉള്ള എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 2, 4, 5, 6. 6 പേർക്ക് സ്റ്റാർ ഉണ്ട്, അതാണ് NA. ഇപ്പോൾ ½ × 10 - 6 ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 കിട്ടും. അപ്പോൾ 2 ആയിരിക്കും എന്ത്, ഇതിൻ്റെ ബോണ്ട് ഓർഡർ. ഇത്രേ ഉള്ളൂ. ഇനി O2 മോളിക്കുലർ പാരാമാഗ്നറ്റിക്, നമ്മൾ ഒരു പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആണ് വന്നേക്കുന്നത്. റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഈ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുക. നോക്കിയപ്പോൾ ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്, അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അത് ഉള്ളത് കണ്ടാണ് പാരാമാഗ്നറ്റിക് ആയത്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലായിരുന്നെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയി പോകാൻ. ഇനി അടുത്തത് മോളിക്കുലർ കോൺഫിഗറേഷൻ ഓഫ് N2 മോളിക്യൂൾ. ഓക്കെ, N2 നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ചെറിയ വ്യത്യാസമുണ്ട്. σ1s2 σ*1s2 σ2s2 σ*2s2 എല്ലാവർക്കും സെയിമാണ്. പക്ഷേ ഓക്സിജൻ മുതൽ അങ്ങോട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് തുടങ്ങുന്നത് σ2pz. ഇത് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജനിലൊക്കെ σ2pz തുടങ്ങുക. പക്ഷേ ഇവിടെ π2pxലും π2pyയിലും തുടങ്ങിയേക്കുന്നത്. ഓക്കെ, π2px π2py σ2pz, പിന്നെ π*2px π*2py σ*2pz എന്ന് വരും. അപ്പോൾ ആ ഒരു ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ ഓർഡർ നോക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യാം. മൊത്തം 14 പേരല്ലേ, 14 പേരുള്ളതുകൊണ്ട് 14 ഇലക്ട്രോൺസ് ഉണ്ടാകും. കാരണം ഒരു ഓക്സിജനിൽ 7 എണ്ണം, ഒരു നൈട്രജനിൽ 7 എണ്ണം, 2 നൈട്രജൻ ഉള്ളതുകൊണ്ട് 14 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ 2 കൊടുത്തു. σ1s2 2, σ*1s2 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. ഓക്കെ, മൊത്തം ഇപ്പോൾ എത്ര 8 എണ്ണം ആയിരുന്നു. ഇപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്ക് 8 ആയി. പിന്നെ π2pxലും π2pyയിലും ആദ്യം ഓരോന്ന് വീതം കൊടുക്കും. അപ്പോൾ 10 ആയി. ഇപ്പോഴും 4 ബാലൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടെ കൊടുക്കാം, ഓരോന്ന് വീതം കൊടുക്കാം. അപ്പോൾ 2 കൊടുത്തപ്പോൾ 12 ആയി. പിന്നെ ബാലൻസ് ഉള്ള 2 ഇവിടെ കൊടുത്തു. ഓക്കെ, ഏതെങ്കിലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഒരെണ്ണം പോലും അൺപെയ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ചോദിച്ചിട്ടില്ല. പിന്നെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. സ്റ്റാർ ഇല്ലാത്തവരാണ്
NB ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, സ്റ്റാർ ഉള്ളവരാണ് NA ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത്രേ ഉള്ളൂ. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബോണ്ട് ഓർഡർ 3 കിട്ടും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാനാണ്. ഓക്കെ, ഫ്ലൂറിൻ്റെ ആണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഫ്ലൂറിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിജൻ കഴിഞ്ഞിട്ട് വന്ന ആളാണ്. അപ്പോൾ ഓക്സിജൻ്റെ അതേ രീതി തന്നെ നമ്മൾ എഴുതണം. ഇപ്പോൾ രീതി ഇതാണ്: σ1s2 σ*1s2 σ2s2 σ*2s2, പിന്നെ σ2pz കഴിഞ്ഞിട്ടാണ് പൈ വരുന്നത്. ഓക്കെ, സിഗ്മ കഴിഞ്ഞിട്ടേ പൈ വരുള്ളൂ. σ2pz 2 കൊടുത്തു, പൈ 2px-നകത്ത് 2 കൊടുത്തു, പൈ 2py-ൽ 2 കൊടുത്തു. ഓക്കെ, പൈ സ്റ്റാർ 2px-ൽ 2 കൊടുത്തു, പൈ സ്റ്റാർ 2py-ൽ 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, σ*2pz. അതിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അത് പക്ഷേ നമ്മൾക്ക് ഈ പടം വരയ്ക്കാൻ നേരത്ത് ഉപയോഗിക്കും. അതുകൊണ്ട് ഇവിടെ എഴുതണം നിർബന്ധമില്ല, പടം വരയ്ക്കാൻ നേരത്തത് ഉപയോഗിക്കും. ശ്രദ്ധിച്ചോളാം. നമുക്ക് നമ്മുടെ ഫ്ലൂറിൻ അല്ലേ, ഫ്ലൂറിൻ്റെ അത് അറിയാമല്ലോ. 1s2 ഫ്ലൂറിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിൻ 9 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത് 1s2 2s2 2p5 ആണ് നമുക്കറിയാം, ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ 1s2 എടുത്തില്ലും കുഴപ്പമില്ല, ഫസ്റ്റ് ഷെല്ല് എടുത്തില്ലും കുഴപ്പമില്ല കേട്ടോ, വിട്ടേക്കെ. 2s2 എടുക്കാം. 2s2ൽ 2 ഉണ്ടല്ലോ. അതെ, 2s-ൻ്റെ പെട്ടിയിൽ 2 വരച്ചു, ഇപ്പുറത്തെ 2 വരച്ചു. കാരണം എന്താ? 2 ഫ്ലൂറിനുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 2 നമ്മൾ σ1s2ലേക്ക് കൊടുക്കുന്നുണ്ടല്ലേ. σ1s2 ഉണ്ട്, അല്ല സോറി, σ2s2 ഉണ്ട്, σ*2s2 ഉണ്ട്. σ2s2 കൊടുത്തു, അതിൻ്റെ മേളിൽ σ*2s2 കൊടുത്തു. ആ ഒരു ഓർഡറിൽ മെയിലിലേക്ക് എഴുതണം, കണ്ടില്ലേ? ഈ ഒരു ഓർഡറിൽ മെയിലിലേക്ക് എഴുതുക, കണ്ട്, ഇൻക്രീസിങ് എനർജി. അപ്പോൾ ആദ്യം നമ്മൾ σ1s2 പെട്ടി, σ*1s2 പെട്ടി, σ2s2 പെട്ടി, σ*2s പെട്ടി, σ2pz പെട്ടി, പിന്നെ പൈ 2px പൈ 2py പെട്ടി ഒരുമിച്ച് എഴുതുന്നുണ്ടല്ലേ. കാരണം അവർ ഈക്വൽ ആണ്, നമ്മൾ പറഞ്ഞായിരുന്നു, അവർ ഈക്വൽ ഉള്ള ആൾക്കാരാണ്. പിന്നെ പൈ സ്റ്റാറിൻ്റെ പെട്ടി, പിന്നെ σ*ൻ്റെ പെട്ടി. എല്ലാത്തിനകത്ത് 2 വീതം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ 2 വീതം കൊടുത്തേക്കുന്നത്. ഈ σ*ൽ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവിടെ ആരും കൊടുക്കാത്തത്. പിന്നെ 2pയിൽ 5 പേരല്ലേ, 2pയിൽ 5 പേരല്ലേ, അതുകൊണ്ടാണ് ഇവിടെ 2pയിൽ 5 പേരെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ആ എഴുതി കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ചങ്ങ് വരയ്ക്കുക, അത്രേ ഉള്ളൂ ഈ സംഭവം. ഓക്കെ, ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൂ.